ഗാന്ധിജിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനമാണ്. നമുക്കറിയാം, മദ്യലഹരിയും ആക്രമവും എല്ലാം ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേരിൽ ഇന്ന് അതിൻ്റെതായ ഉച്ചത്തിലെത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നത്തെ രക്തസാക്ഷി ദിനം ഇവിടെ ആചരിക്കപ്പെടുന്നത്. ഗാന്ധിജി അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജിയുടെ പല പുസ്തകങ്ങളും പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞത്, നമുക്ക് കുറെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് ഈ ലഹരിയും അതോടൊപ്പം തന്നെ നമ്മുടെ ആക്രമവും അവസാനിപ്പിക്കണം. അതിന് നമ്മുടെ മനുഷ്യ ജന്തു ജീവിതത്തിൽ അവരുടെ മനസ്സിൽ ചില ആക്രമണ സ്വഭാവങ്ങൾ ഒഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ സ്വഭാവം മാറ്റിക്കൊണ്ടുവരുവാൻ കായിക വിനോദങ്ങളാണ് വേണ്ടത്. അതാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം നൽകുന്നത്. അതിനെല്ലാവരെയും, എല്ലാ സംസ്ഥാനത്തുള്ളവരെയും ലോകത്തുള്ളവരെയും ഏറ്റവും കൂടുതൽ ഒരുമിപ്പിക്കാൻ കഴിയുന്നത് കായിക വിനോദങ്ങളിലാണ്. അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വളരെ കരുതിക്കൂട്ടി തന്നെ ഈ കായികമായിട്ടുള്ള ഏതാണ്ട് വേമ്പനാടുത്തെ കാര്യം അമ്പലക്കടവുകൾ 7 കിലോമീറ്റർ കൈകൾ കെട്ടി നീന്തിയ കൊച്ചുമിടുക്കിയായ ഈസാമോൾ നമ്മുടെ പഞ്ചായത്ത് അഭിമാനമാണ്. അവരെ അനുമോദിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പമാണ് നിരവധി പേര് നമുക്ക് ദിവസവും കാണാൻ നല്ല 10-20 ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടു. നമുക്കറിയാം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് അതിനുള്ള ഒരുക്കങ്ങളും ഗ്രാമപഞ്ചായത്ത് പരമാവധി കുളങ്ങൾ നവീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിപ്പിച്ചുകൊണ്ട് ആ ദുരന്തവും ഉണ്ടാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നു. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രചോദനമായിട്ടുള്ള ശ്രീ ബിജു തങ്കപ്പനാണ്. നിരവധി കുഞ്ഞുങ്ങൾ, 20ഓളം കുഞ്ഞുങ്ങളല്ലേ, 20ഓളം കുഞ്ഞുങ്ങളെ 22 പേര് വേൾഡ് റെക്കോർഡിന് അർഹതയായി. അപ്പൊ ഞാൻ പറയാം, അത്രയേറെ ആത്മാർത്ഥത്തോടുകൂടി ആ കാര്യം അദ്ദേഹം ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗാന്ധി ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വീടും പരിസരവും നാടും രാജ്യവും ലോകവും എല്ലാം ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ വൃത്തിയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഇന്ന് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കോട്ടും തൊപ്പിയും ഒക്കെ വിതരണം ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. നിരവധിയായ പൂർത്തീകരിച്ചു എന്നൊന്നും നമ്മൾ ഒരിക്കലും അവകാശമില്ല. പക്ഷെ ജില്ലയിലെ ഏറ്റവും അടുത്ത് പരിശോധിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും, ഈ ജില്ലയിൽ അതിന്റെ പരമാവധി തലത്തിൽ നമുക്ക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും അത് ഹരിതകർമ്മസേനയുടെ നിസ്തൂലമായ സംഭാവന നമ്മുടെ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പൂർണ്ണമായ സഹകരണം. ആദ്യമൊക്കെ മനുഷ്യരെന്നെങ്കിലും ജനങ്ങളായ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വളരെ കുറച്ചുപേര് രൂപത കാണിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അവരത് തന്നെ സ്വയം തീരുമാനിച്ചവര് മുന്നോട്ട് വരികയാണ്. ഒരിക്കൽ പോലും നമ്മുടെ നാട് മാലിന്യ കൂമ്പാരങ്ങളാകരുത് എന്നാഗ്രഹിക്കുന്ന ജനതയാണ് നമുക്ക്. സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പിന്തുണ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമുക്ക് പിന്തുണ നൽകുന്നു. ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ചെയ്തു തീർക്കാം. ഒറ്റയടിക്ക് ലോകത്തൊന്നും മാറ്റം സംഭവിച്ചു. ആ മാറ്റം വരുത്തുവാൻ ഗാന്ധിജി എത്രയോ വർഷക്കാലം പാടുപെട്ടൊരു സ്വാതന്ത്ര്യം കിട്ടി. എത്രയോ കാലത്തെ കഷ്ടപ്പാടിന്റെ ദുരന്തത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഒരു ഭരണഘടനയുള്ള ലോകത്തെ 75 വർഷം പൂർത്തീകരിച്ച ഭരണഘടന റിപ്പബ്ലിക്കായിട്ട് നമ്മളിത് കൊണ്ടു നടക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ കാര്യം നേടാൻ കഴിയുന്നത്. അപ്പൊ നാനാത്വത്തിലെ തെക്കായാലും വടക്കായാലും പടിഞ്ഞാറായാലും കിഴക്കായാലും ഒക്കെ അങ്ങനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു രാജ്യം നിലനിർത്താൻ കഴിയുന്നത് അത് നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമുക്ക് അകാലത്തിൽ
നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാതെ പോയ, ഒരുപാട് നൂറ്റാണ്ടുകളിൽ കൈവരുമ്പോൾ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഒരു നൂറ്റാണ്ടിലും അതിൽ ജനിച്ചിട്ടില്ല